സ്ഥിരമായിട്ട് അവൻ സാറിനെ ശല്യം ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ പൊക്കിക്കൊണ്ട് പോയിക്കോളാം. ഒരു അനിയനാണെന്ന പരിഗണന അവന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ചേട്ടന്റെ മരണം ആഗ്രഹിച്ച് നടക്കുന്ന ഒരുത്തനാ അവൻ. അങ്ങനെ ഒരുത്തനെ എന്തിനാ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്നത്? മരയ്ക്ക് താഴോട്ട് തളർന്നെങ്കിലും ആ തളർച്ചയൊന്നും അവനെ വളർത്തുന്ന കാര്യത്തില് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ പരമാവധി ആത്മവിശ്വാസം കൊടുക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ആത്മാർത്ഥതയ്ക്ക് അവൻ ഒരിക്കൽ പോലും ഇത്തിരി സ്നേഹം എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. സ്വന്തം കൂടപ്പിറപ്പായതുകൊണ്ട് സാറിന് അവനെ തല്ലാനും കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോലും പറ്റില്ല. എങ്കിലും കമ്പനിയിൽ നിന്ന് അവനെ ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കിയിട്ട് എന്താ സാറേ കാര്യം? അവനറിയാം ജോലി പോയാലും അവൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന്. എന്നുവെച്ചാൽ സാർ അതുപോലെയല്ലേ കുടുംബം നോക്കുന്നത്? അതൊക്കെ അവന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിപ്പോയി മാർക്കോ. ഇനി അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. സാറേ, സാറിന്റെ അനിയനിട്ട് 2 എണ്ണം പൊട്ടിക്കുന്നോണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. വീട്ടില് ആരും അവനെ തല്ലാതെ വളർത്തിയത്. അതിന്റെ ഒരു കുഴപ്പം അവന്റെ സ്വഭാവത്തിലുണ്ട്. സത്യം പറഞ്ഞ ആ പ്രതാപനോടും മേഘനോടും ഒക്കെ ഉള്ളതിനേക്കാളും ദേഷ്യം എനിക്ക് അവനോടുണ്ട് സാറേ. സ്വന്തം കൂടപ്പിറപ്പിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനെ വെച്ചോണ്ടിരിക്കരുത് സാറേ. കൂടുതൽ വിളച്ചിലെടുത്താ ഇടിച്ചൊരു മൂലക്കിരുത്തണം. അവന്റെ പെണ്ണിന് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവളോടുള്ള ദേഷ്യം കൂടെ അവന്റെ ദേഹത്ത് തീർക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. തൽക്കാലം അവൻ ഫൈനാൻസിയേഴ്സിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ മാർക്കോ വേണ്ടത് ചെയ്താൽ മതി. അയാൾ ഫൈനാൻസിയേഴ്സിലേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതുകൂടെ ഇല്ലാതായ വല്ലാത്ത ബുദ്ധിമുട്ടാ മാർക്കോ. സാറ് ടെൻഷൻ അടിക്കണ്ട. 1-2 ദിവസം കൂടെ വരികയാണെങ്കിൽ അത് കാര്യമാക്കുകയും ചെയ്യണ്ട. അതൊരു ശീലമാക്കിയ ആ ശീലം ഞാൻ മാറ്റിക്കൊള്ളാം. അവൻ എൻ്റെ ഒരു സ്ഥാപനത്തിലും കയറരുതെന്നാ എൻ്റെ ആഗ്രഹം. എന്നാ അവന്റെ സ്ഥാനത്ത് ഞാനിപ്പോൾ കാണുന്നത് മാർക്കോയെ. നിനക്ക് എൻ്റെ കമ്പനിയുടെ എല്ലാം മേൽനോട്ടം ഏറ്റെടുത്തൂടെ മാർക്കോ? സഹായത്തിന് ലോപ്പസിനെയും കൂട്ടിക്കോ. എന്നിട്ട് നീയൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ, അവളെയും കൂട്ടിക്കൊണ്ടുവാ. ഞങ്ങളെല്ലാരും മുന്നിൽ നിന്ന് ആ കല്യാണം നടത്തിത്തരാം. അത് പറഞ്ഞപ്പോ എന്താ നിന്റെ മുഖം ഒന്ന് വാടിയത്? അതൊക്കെ നടക്കാത്ത കാര്യമാണ് സാറേ. അതെന്താ നടക്കാത്തെ? അതങ്ങനെയാ. എൻ്റെ ജീവിതവും എൻ്റെ ജന്മവും എനിക്ക് തന്നെ പിടികിട്ടിയിട്ടില്ല സാറേ. ഈ ജീവിതം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങൾ മറ്റുള്ളവർക്കാ, അല്ലാതെ നീ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അതിപ്പോ നമ്മുടെ വിഷയം അതല്ലല്ലോ സാറേ. അല്ല, എനിക്കൊരു കുടുംബം ഇല്ലെങ്കിലും സാറിൻ്റെയും അനന്ത് സാറിൻ്റെയൊക്കെ കുടുംബത്തിൽ എപ്പോൾ വേണേലും കയറി വരാലോ.